ഷാജി കൈലാസ് പിന്നെ ഒരു 10 മിനിറ്റ് എഴുതി ഗംഭീരമായി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പുള്ളി അങ്ങനെ പറയാറില്ല, അങ്ങനെ എടുത്ത് പറഞ്ഞു. അപ്പൊ ആ വൈബ് എന്ന് പറയുന്നത് അപ്പൊ ആസിഫിന് കൂടെ അഭിനയിക്കുമ്പോൾ ആസിഫിന്റെ മീറ്ററോ ആസിഫിന്റെ ഒരു രീതി അനുസരിച്ചോ എന്റെ കൂടെ ആസിഫിന്റെ കൂടെ നിൽക്കുന്ന ആ ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ ആസിഫിന് ഒരു സന്തോഷം ഉണ്ടാവും. എനിക്ക് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സീനിൽ ആസിഫിന്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് സഹായമാവും. ഗോഡ് ഫാദറിൽ കാണിച്ച പോലെ കോമൺ സെൻസ് ആയാലും എന്തിനു വിഷമിപ്പിക്കുന്നത്, എന്തായിരുന്നാലും സീൻ ഞാൻ ആഗ്രഹിച്ച പോലെ വന്നില്ല. ഒരു നടൻ ഏറ്റവും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോമൺ സെൻസ്. ഇപ്പൊ നമ്മളെ ഈ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഉള്ളില് OTT-ക്ക് ഇത് കൊടുക്കാം അല്ലെങ്കിൽ തിയേറ്ററിന് അത് കൊടുക്കാം എന്ന് ഒരു ആക്ടറിന്റെ മനസ്സിൽ വന്നു പോയാലേ അഭിനയം നിർത്തി വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഭിനയിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ട് പറ്റില്ല. നമ്മളിപ്പോ അഭിനയിക്കുമ്പോ തന്നെ നമ്മളെ ആ സീൻ അല്ലെങ്കിൽ അപ്പോഴുള്ള ആ സീൻ ഓക്കെ ആക്കുക, നന്നാക്കുക എന്നല്ല. അതെ, അതിലുപരി തിയേറ്ററോ OTT-ഓ ചിന്തിച്ചാൽ തീർന്നു, ചിന്തിക്കാൻ പോയേ ചെയ്യരുത്. പിന്നെ ഇപ്പൊ പാനിന്റിയും ഏറ്റവും ഒരു നടൻ ഏറ്റവും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ ആസിഫ് അലി എഴുതിക്കൊണ്ട് പറയാം. ആസിഫ് അലി ആയിട്ട് ഞാനോ അസീസോ ബിഹേവ് ചെയ്യുമ്പോൾ ഒന്ന് ആസിഫ് അഭിനയിക്കുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് കാപ്പയിലെ ഒരു സീനിൽ ഞാനും ആസിഫും കൂടെ അഭിനയിച്ച ക്ലൈമാക്സിന് അടുപ്പിച്ച ഒരു സീനിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആസിഫെ കലക്കി കേട്ടോ, തീർച്ചയായിട്ടും അത് കലക്കി. പക്ഷെ നമ്മുടെ മുഖത്ത് അതുകൊണ്ട് ആ സീൻ വർക്കായി. ഒന്നും പറഞ്ഞില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആ സീൻ ഡിസ്കസ് ഗോഡ് ഫാദറിൽ കാണിച്ച പോലെ ആ ഫീലിംഗ് അപ്പൊ ഉണ്ടായി. അതിന് പിന്നെ വേറെ സന്തോഷം കിട്ടിയെന്ന് പറഞ്ഞാൽ ഷാജി കൈലാസ് പിന്നെ ഒരു 10 മിനിറ്റ് എഴുതി ഗംഭീരമായി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പുള്ളി അങ്ങനെ പറയാറില്ല, അങ്ങനെ എടുത്ത് പറഞ്ഞു. അപ്പൊ ആ വൈബ് എന്ന് പറയുന്നത് അപ്പൊ ആസിഫിന് കൂടെ അഭിനയിക്കുമ്പോൾ ആസിഫിന്റെ മീറ്ററോ ആസിഫിന്റെ ഒരു രീതി അനുസരിച്ചോ എന്റെ കൂടെ ആസിഫിന്റെ കൂടെ നിൽക്കുന്ന ആ ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ ആസിഫിന് ഒരു സന്തോഷം ഉണ്ടാവും. എനിക്ക് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സീനിൽ ആസിഫിന്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് സഹായമാവും. അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്നത് ആസിഫിന് സ്കോർ ചെയ്യേണ്ട ഒരു സീനിൽ എന്റെ ഒരു നോട്ടമോ ശ്രദ്ധക്കുറവോ ആസിഫിന് സ്കോർ ചെയ്യാനുള്ള സാധ്യതയാണ് ഇല്ലാതാക്കുന്നത്. അത് ആസിഫ് എന്റെ അടുത്ത് പറയില്ല. എന്റെ സീനിയോറിറ്റി വെച്ച് ആസിഫ് ജഗദീഷ് ചേട്ടാ പറയില്ല, ആസിഫ് ഒരിക്കലും പറയില്ല. എങ്ങനെയുണ്ട്, കുഴപ്പമില്ല ഏട്ടാ എന്നേ പറയുള്ളൂ. അതെന്തുകൊണ്ട് കോമൺ സെൻസ് ആയാലും എന്തിനു വിഷമിപ്പിക്കുന്നത്, എന്തായിരുന്നാലും സീൻ ഞാൻ ആഗ്രഹിച്ച പോലെ വന്നില്ല. അത് തിരിച്ചറിയണം നമ്മള്. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ബിഹേവിയർ സിനിമ സെറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ജോവിയലാണ്, എല്ലാവരും ബഹളമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതെന്നൊക്കെ പറയും. ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം. ഇപ്പൊ പ്രിയൻ കാരവനിലേക്ക്, ഞാൻ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു, പ്രിയൻ കാരവനിൽ വന്നിരിക്കാൻ പറയും, പ്രിയന്റെ കാരവനിൽ വന്നിരിക്കാൻ പറയും. ഞാൻ പ്രിയനുമായിട്ട് സംസാരിക്കും. ഒരു പ്രൊഡ്യൂസറോ വേറൊരാളോ വരാൻ നേരത്തെ ഞാൻ ഇറങ്ങിപ്പോകും. പ്രിയൻ എടുത്ത് ചോദിക്കും നീ എവിടെ പോകണം, നീ ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, എപ്പോ പോയിട്ട് വരാം. അവര് ബിസിനസ് സംസാരിക്കാൻ നേരത്തെ ഞാൻ അവിടെ ഇരിക്കാൻ പാടില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പ്രിയദർശൻ. പക്ഷെ പ്രിയദർശന്റെ ബിസിനസ് സംസാരിക്കാൻ നേരത്ത് ഞാൻ അവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കോമൺ സെൻസ് എനിക്കുണ്ട്. ഇല്ലെങ്കിൽ പ്രിയൻ അപ്പൊ ഒന്നും പറയില്ല, നീ ഇരുന്നോന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൂടെയുള്ള ആക്ടേഴ്സിന് അവരുടെ കംഫർട്ട്, എന്റെ കംഫർട്ട് ദോഷകരമായി ഒന്നും വരുത്താതിരിക്കാൻ ആസിഫ് ശ്രമിക്കും. ആസിഫിന് കുഴപ്പം വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അസീസ് എന്റെ കാര്യം നോക്കിയിട്ട് തമാശയൊക്കെ പറയും, പക്ഷെ ഏത് ലെവൽ വരെ പോവാം, എന്ത് തമാശ എന്നുള്ള അസീസിന് ഒരു നിർണയം ഉണ്ടാവും, ഒരു തീരുമാനിക്കും. ഈ കോമൺ സെൻസ് ഷൂട്ടിംഗ് തൊട്ട് നമ്മുടെ അഭിനയത്തിൽ തൊട്ട് ഇതിന്റെ പ്രൊമോഷൻ വരെ അതിനകത്ത് ആ കോമൺ സെൻസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇപ്പൊ അതാണ് വേണ്ടത്. ഏത് വരെ ആകാം, എന്തൊക്കെ ആകാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒരു വൈബുണ്ട്. നമ്മൾ എത്രയോ തുടർച്ചയായിട്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇത്, എത്രയോ ഈ അഭിമുഖമായി എന്നറിയാം. എന്നിട്ട് നമ്മൾ ബോറടിക്കാതെ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യമല്ല, പല പല